ഇപ്പോൾ ലഭിച്ച മറ്റൊരു വാർത്തയിലേക്ക്. കാസർഗോഡ് സ്കൂളിൽ ഫലസ്തീൻ ജനതയുടെ ദുരിതം വിഷയമാക്കിയുള്ള മൈം ഷോ അനുവദിക്കാത്തതിൽ പ്രതിഷേധവുമായി MSF സ്കൂളിലേക്ക് മാർച്ച് നടത്തുകയാണ്. കുമ്പള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഫലസ്തീൻ ജനതയുടെ ദുരിതം വിഷയമാക്കിയ മൈം ഷോ അവതരിപ്പിക്കാൻ അനുമതി നൽകാതിരുന്നത്. മൈം ഷോ അവതരിപ്പിച്ച വിദ്യാർത്ഥികളെ അധ്യാപകർ മർദ്ദിച്ചുവെന്നും പരാതിയുണ്ട്. ഷഫീഖ് നസറുള്ള വിവരങ്ങൾ നൽകും. ഷഫീഖ്, മൈമിന് അനുമതി നൽകാത്തതിനെതിരെ ഇപ്പോൾ പ്രതിഷേധം ശക്തമാവുകയാണോ? കുമ്പള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇന്നലെയും ഇന്നുമായാണ് സ്കൂൾ കലോത്സവം നടക്കേണ്ടത്. ഇന്നലെ നടന്ന മൈം ഷോയുടെ അധ്യാപകർ ഇടപെട്ട് ആ മൈം ഷോ തടയുകയും തുടർന്ന് മുഴുവൻ കലോത്സവ പരിപാടികളും നിർത്തിവെക്കുകയും ചെയ്യുകയായിരുന്നു. മൈം ഷോ പലസ്തീൻ ജനതയുടെ ദുരിതം അവതരിപ്പിക്കുന്ന മൈം ഷോ ആയിരുന്നു. ഈ മൈം ഷോ അവതരിപ്പിക്കാനാവില്ലെന്ന നിലപാടെടുത്ത അധ്യാപകർ കർട്ടൻ താഴ്ത്തുകയും വിദ്യാർത്ഥികളോട് മൈം ഷോ അവതരിപ്പിക്കാനാവില്ലെന്ന് പറയുകയും ചെയ്തു. ഇതിൽ ഉള്ള പ്രതിഷേധമാണ് എംഎസിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ സ്കൂളിൽ നടക്കുന്നത്. ഇത്തരത്തിലുള്ള അധ്യാപകർക്കെതിരെ നടപടി സ്വീകരിക്കണം എന്നാണ് ആവശ്യപ്പെടുന്നത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പലസ്തീൻ വിഷയത്തിൽ വിവിധ കലാരൂപങ്ങൾ പുറത്തു വരുന്നുണ്ട്. ആ ഘട്ടത്തിൽ കലോത്സവത്തിൽ മാത്രം ഇത്തരത്തിൽ പലസ്തീൻ വിഷയം പ്രതിപാദിക്കുന്ന മൈം ഷോ അവതരിപ്പിക്കാൻ അനുമതി കൊടുക്കാതിരുന്നതിനെതിരെയാണ് എന്താണ് സ്കൂൾ അധികൃതർ പറയുന്നത്? എന്തുകൊണ്ട് അനുമതി നിഷേധിച്ചെന്നാണ് പറയുന്നത്? സ്കൂൾ അധികൃതരുടെ നിലപാട് ഈ കലോത്സവ മാനുവലിലുള്ള രീതി അനുസരിച്ച് മറ്റേതെങ്കിലും മതപരമോ രാഷ്ട്രീയമായോ ഉള്ള വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന കലാരൂപങ്ങൾ ഉണ്ടാവാൻ പാടില്ല എന്നതാണ്. അത്തരത്തിൽ രാഷ്ട്രീയവും മതപരവുമായ വിഷയങ്ങൾ ഉൾപ്പെട്ടതുകൊണ്ടാണ് ആ മൈം ഷോ അവതരിപ്പിക്കാൻ അനുമതി നൽകാത്തതിരുന്നത് എന്നതാണ് സ്കൂൾ അധികൃതരുടെ ഭാഗത്ത് നിന്ന് ലഭ്യമാകുന്ന വിവരം. എന്നാൽ ഈ മൈം ഷോ നടത്തി അതിനിടയിൽ തന്നെയാണ് ഈ കർട്ടൻ താഴ്ത്താൻ വേണ്ടി അധ്യാപകർ വരുന്നത്. അധ്യാപകൻ കർട്ടൻ താഴ്ത്താൻ ആവശ്യപ്പെടുന്നു. കുട്ടികളോട് ഈ മൈം ഷോ അവസാനിപ്പിക്കാൻ വേണ്ടി നിർദ്ദേശം നൽകുന്നു. അതോടൊപ്പം തന്നെ അതേ സമയത്ത് തന്നെയാണ് മുഴുവൻ പരിപാടി നിർത്തിവെച്ചുകൊണ്ടുള്ള അനൗൺസ്മെന്റും ആ വീഡിയോയിൽ നമുക്ക് കേൾക്കാൻ കഴിയും. ഇന്ന് നടക്കേണ്ടുന്ന കലോത്സവത്തിന്റെ മറ്റു പരിപാടികളും ഇന്നലെ തന്നെ നിർത്തിവെച്ചിരുന്നു. സ്കൂൾ കലോത്സവമാണ് നടക്കുന്നത്. സ്കൂൾ കലോത്സവത്തിൽ മൈം വിഭാഗത്തിൽ കുട്ടികൾ അവതരിപ്പിച്ച മൈം, അതിന്റെ വിഷയം പലസ്തീൻ ജനതയുടെ ദുരിതം ആണ് അതിനെ പ്രതിപാദിക്കുന്ന വിഷയം. ആ വിഷയം അവതരിപ്പിച്ചുകൊണ്ടുള്ള മൈം ഷോ ആയിരുന്നു. ആ മൈം ഷോ പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ കർട്ടൻ താഴ്ത്തുകയും മൈം ഷോ അവസാനിപ്പിക്കണം എന്ന് അധ്യാപകർ നിർദ്ദേശിക്കുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ മൈം ഷോ അവസാനിപ്പിച്ച ഉടൻ തന്നെ ഇന്നത്തെ പരിപാടി അടക്കം, ഇന്ന് നടക്കേണ്ട പരിപാടി അടക്കം റദ്ദു ചെയ്യുന്നു എന്ന് അധ്യാപകർ പ്രഖ്യാപിക്കുകയാണ്. കലോത്സവം ഇങ്ങനെ പാതി വഴിയിൽ ഉപേക്ഷിച്ചതിനെ PTA കമ്മിറ്റിയും വിമർശിക്കുന്നുണ്ട്. ഇന്ന് PTA എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചേരുന്നുണ്ട്. അധ്യാപകരും രക്ഷിതാക്കളുടെ പ്രതിനിധികളും സംസാരിക്കുന്നുണ്ട് വിഷയം. ഇതിനിടയിലാണ് MSF പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ഈ മൈം ഷോ അവതരിപ്പിച്ച കുട്ടികളെ അധ്യാപകർ മർദ്ദിച്ചു എന്നൊരു ആരോപണവും ഒരു പരാതിയും ഉയരുന്നുണ്ട്. ഇതടക്കം പരിശോധിക്കണമെന്നും ഇത്തരത്തിൽ മൈം ഷോ അവസാനിപ്പിക്കാൻ നിർദ്ദേശം നൽകിയ അധ്യാപകർക്കെതിരെ നടപടി സ്വീകരിക്കണം എന്നും ആവശ്യപ്പെട്ടാണ് MSFന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ സ്കൂളിൽ പ്രതിഷേധം നടക്കുന്നത്.